എല്ലാവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ചൂട് വളരെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ മുൻകരുതലുകളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ ചൂട് കൂടുന്ന അവസരത്തിൽ വിശറി ഉപയോഗിക്കുമായിരുന്നു. അതിനുശേഷം ഫാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ AC-യും ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ കൂടുതലും ഇപ്പോൾ ആൾക്കാർ AC-യാണ് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ AC തുടർച്ചയായിട്ട് ഓൺ ചെയ്ത് ഇട്ടേക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം അതിന് ഓഫാക്കിയിടുന്നത് നല്ലതാണ്. റൂമിനുള്ളിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്ന വരിയിലും അതിൻ്റെ ഫാൻ തുടർച്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് വിശ്രമം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് സീലിംഗ് ഫാനൊക്കെ, ടേബിൾ ഫാനോ സീലിംഗ് ഫാനോ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും ഉപയോഗിക്കുന്നവരാണ്. ഈ വാഹനങ്ങളിലൊക്കെ ഇന്ധനം നിറയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുൾ ടാങ്ക് ഡീസൽ കഴിവതും അടിക്കാതിരിക്കുക. കുറച്ച് ഒരു 4-5 ലിറ്റർ കപ്പാസിറ്റി കുറച്ച് മാത്രമേ നമ്മൾ പെട്രോളോ ഡീസലോ അടിക്കാവൂ. ഇത് ഒരു പരിധിവരെ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കാറുകളിലും മറ്റ് വാഹനങ്ങളിലും ഒരു കാരണവശാലും സ്പ്രേ പോലെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നു എന്ന വരിയിൽ കഴിവതും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ചൂട് കൂടുന്ന അവസരത്തിലാണ് തീ പിടിക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രയാസങ്ങൾ കൂടാതെ ഈ ചൂടിനെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. ഹാവ് എ ഗ്രേറ്റ് ഡേ.